ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് ലങ്കാവി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഞങ്ങൾ മലേഷ്യയിലോട്ട് പോകാനുള്ള പുറപ്പാടാണ്. എനിക്കൊരു കസിൻ ഉണ്ട്, ഞാൻ അവളെ പരിചയപ്പെടുത്തി തരാം. ഹായ്, മൈ നെയിം ഈസ് ഐഷ മുഹമ്മദ് റാഫി. ഞാൻ ഈ വ്ളോഗിലോട്ട് വന്നതായി അങ്ങനെ ഇവക്ക് എന്നോട് പ്ലീസ് ചോദിച്ചിട്ടൊക്കെ വ്ളോഗ് എനിക്കും കയറണം, യൂട്യൂബ് ചാനലിൽ എന്നെയും കൂടി കയറ്റോ. ഞങ്ങൾ 2 പ്ലേസാണ്, ഞാൻ കൊല്ലത്തും അവൾ കോഴിക്കോടുമാണ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവളെ കൂട്ടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവൾ പറഞ്ഞ് ഇന്നെ ഒന്ന് വീഡിയോയിൽ കയറ്റോ എന്നൊക്കെ ചോദിച്ച് എന്നോട് പ്ലീസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഓരോ ചെക്കിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ചെക്കിങ്ങിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ചെക്കിങ് കൂടി കഴിഞ്ഞാൽ നമുക്ക് വേറെ ചെക്കിങ്ങിന് പോകണം. അങ്ങനെ ചെക്കിങ് തീർന്ന് വരുമ്പോൾ അരമണിക്കൂറാവും ഗായ്സ്. ഞാൻ എയർപോർട്ട് മൊത്തത്തിൽ കാണിച്ചു തരാൻ നിങ്ങൾക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ലങ്കാവി ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇവിടെ ഒരാൾ ആക്റ്റീവാണ്, എല്ലാം പറയാൻ. അങ്ങനെ ഈ എയർപോർട്ട് കണ്ടാൽ എനിക്ക് തോന്നുന്നു ഇതൊരു വലിയൊരു മാള് പോലെയാണ് എനിക്ക് തോന്നാറ്. വലിയ പ്ലേസ് ഒക്കെയാണിത്. എയർപോർട്ടെല്ലാം വലുതാണ്. എപ്പോഴും നോക്കുമ്പോഴും എനിക്ക് മാള് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, മുകളിൽ തെങ്ങൊക്കെ വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു കുഞ്ഞു ബേബി ഉണ്ട്, അവളിപ്പോൾ ഉറങ്ങാണ്. അതുകൊണ്ട് ഇപ്പം കാണിച്ചാൽ എല്ലാവരും കൂടി എന്നിട്ട് പറയും. അതുകൊണ്ട് ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഇത്രയേ ഉള്ളൂ. ഹലോ ഗായ്സ്, നിങ്ങൾക്കെല്ലാം എയർപോർട്ടിൽ ഇരുന്നാൽ ബോറടിക്കുമോ? നമ്മളങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അടുത്ത ചെക്കിങ്ങിന് നിൽക്കുകയാണ്. ഈ ചെക്കിങ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഫ്ലൈറ്റിൽ ഇപ്പോൾ എത്രാമതാണ് കയറുന്നതെന്ന് വരെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം മൊത്തം കാണിച്ചു തരാം ഞാൻ. അതാണ് നമ്മുടെ അടുത്ത സ്ഥലം. ഈ ലങ്കാവി എയർപോർട്ടൊക്കെ എന്ത് വലുതാണ്. ഇതാണ് എൻ്റെ ഫാമിലി, മൊത്തത്തിൽ എൻ്റെ ഫാമിലി ഇതാണ്. അപ്പം ഈ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലം ഏതാണ് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴും ഇത്രയേ ഉള്ളൂ. അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇത് വേറെ ഏതോ ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ബാക്ക് ചെക്കിങ് കഴിഞ്ഞു, ബോഡി ചെക്കിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലം കാണിച്ചു തരാം. എനിക്ക് അറിഞ്ഞൂടാ ഇത് എന്ത് സ്ഥലമാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു പ്ലേസ്. എനിക്കിത് എന്ത് പ്ലേസാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇതെന്തോ ഒരു പ്ലേസാണ്. ഇരിക്കുന്ന സ്ഥലമാണിത്. ബോഡി ചെക്കിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സ്ഥലം. ഇപ്പം ഇവിടെ ഇത്ര ഉള്ള. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകുമ്പോൾ അപ്പം ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വെയിറ്റിംഗ് ഏരിയയാണെന്ന്. അപ്പോഴും ഇവിടെ അഹങ്കാരം. അപ്പോഴാണെങ്കിൽ ഞങ്ങൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുക. നമുക്ക് ഏത് ഫ്ലൈറ്റ് ആണെന്ന് പോലും അറിയാൻ പറ്റും. ഏതായാലും എന്താ, ഫ്ലൈറ്റ് കയറിയാൽ പോലെ ഒരു ഫ്ലൈറ്റിൽ കയറുമ്പോൾ ചെവിയൊക്കെ ഉടഞ്ഞിട്ടൊരു നമുക്കൊരു അസ്വസ്ഥത പോലെ തോന്നും. എനിക്ക് വന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഞാൻ കടന്ന് സുമതി എൻ്റെ ചെവി അടങ്ങിയെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അപ്പോഴാണെങ്കിൽ നമുക്ക് ഇനി വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് നേരം കൂടി ഇരിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലം എത്തുമ്പോൾ കാണാം. നമ്മൾ ഒരു കടയിൽ വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ട്. റെയിൻബോ കളറൊക്കെയുണ്ട്. ഇത് മൊത്തം ചോക്ലേറ്റ് പ്ലേസ് ആണ്. ഇവിടെ
bersalin di dalam semua penerbangan Air Asia. Di bawah Undang-Undang Penerbangan Awal Malaysia, barang kesalahan buruk boleh dihukum penjara tidak melebihi 2 tahun atau didenda RM50,000 സീറ്റ് ബെൽറ്റ് ഇടുന്നത് ആദ്യം ഒന്ന് നോക്കട്ടെ. നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് കാണാം ഗൈസ്. നല്ല തിരക്കാണ്. അവരെ അറിയാതെ 3 പേര് ഒരുമിച്ചിടൂല, ഇരുത്തൂല. ഒരു അഡൽട്ട് വേണമെന്നാണ്. നമ്മൾ എന്താണെന്ന് അറിഞ്ഞൂടാ. ഒരു അഡൽട്ട് എങ്ങനെയാ 3 സീറ്റേ ഉള്ളു ഗൈസ്. ഒരു അഡൽട്ട് എങ്ങനെയാണ് നമ്മുടെ കൂടെ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഫ്ലൈറ്റ് വിടുന്ന നേരത്ത് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ്